പാറുക്കുട്ടി അമ്മയും വരിവരിയായിട്ട് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, അമ്പലത്തിലേക്ക് വൈകിട്ട് പരിപാടി കാണാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നായരമ്പല അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. ഉത്സവം കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമായി. ഞാനപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഓരോ ദിവസവും അമ്പലത്തിൽ പോകണം, വീഡിയോ എടുക്കണം, അന്നു തന്നെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. കാരണം പിള്ളേരുള്ളപ്പോൾ നമുക്ക് എഡിറ്റിംഗ് പരിപാടിയൊക്കെ കുറച്ച് വൈകി നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാ ദിവസത്തെയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ഇടാണ്. അപ്പോൾ അതേ പാറുക്കുട്ടിക്ക് അമ്പലപ്പറമ്പിൽ എത്തിയാൽ പിന്നെ അവിടെ കിടന്ന് ഓടാനും മണ്ണിൽ വരാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് ശീതങ്കം തുള്ളലാണ്. ഇന്നലെ ഓട്ടം തുള്ളലായിരുന്നു, പക്ഷേ ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ശീതങ്കത്തുള്ളിൽ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അമ്പലത്തിൽ പോയിരുന്ന് പരിപാടിയൊക്കെ കാണുന്നത്. തുള്ളൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു. അപ്പോൾ ആര്യൻകുട്ടനാണെങ്കിൽ ചുറ്റും ഇതുപോലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം കേട്ടോ. ചുറ്റും നോക്കിയിരിക്കുകയാണ് അവൻ. പിറ്റേ ദിവസം നമ്മൾ ശിവേലി കാണാൻ പോയിട്ട് അപ്പോൾ പാറുനെ ക്ലാസ്സിലാക്കിയിട്ട് ഞാനും അമ്മയും ആര്യൻകുട്ടനെയും കൊണ്ട് വന്നു. അവന് ചെണ്ടകോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെണ്ടകോട്ടൊക്കെ കാണിച്ചു കൊടുത്തു, ആനനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ കാണുന്നത് ഉത്സവത്തിൻ്റെ അന്നത്തെ വൈകിട്ടാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു സന്ധ്യാസമയം ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തിയെങ്കിലും നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ഉത്സവം. അപ്പോൾ ആര്യൻകുട്ടന് ആനയും ചുറ്റുപാടൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. പാറക്കുട്ടിക്കാണെങ്കിൽ ആനെ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞ അമ്മയുടെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ആനയുടെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റിയില്ല, കുറച്ച് ദൂരമായിരുന്നു. എനിക്ക് ആനയുടെ ഫ്രണ്ടിൽ പോയി വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് കടക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പോൾ നമ്മുടെ വലിയച്ഛനും വല്ലമ്മനെയൊക്കെ കണ്ടു. പിന്നെ വേറെ കുറേ പരിചയക്കാരെയൊക്കെ കണ്ടിട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെ കറങ്ങിയടിച്ച് കിടന്ന് പിന്നെ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു.